ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നാട്ടിലെത്തിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇവിടെ വന്നതിന് ശേഷം എന്നെക്കാൾ മുമ്പേ രണ്ടാളും എണീക്കൂട്ടാ. രാവിലെ എണീച്ച് കളിക്കലാ പിന്നെ രണ്ടാളും. ഇപ്പോൾ ഇതാ ഇന്ന് നേരത്തെ എണീച്ചിന്. ഐഷു ആദ്യം എണീക്കില്ല. ഐഷു രാവിലെ എണീച്ച് കളിക്കാൻ തുടങ്ങും. പിന്നെ അവളുടെ സൗണ്ട് കേട്ടാൽ പിന്നെ എജിൽ എണീച്ച് വരല. ഇപ്പോൾ ഇതാ രണ്ടാൾ എണീച്ച് കളിക്കുന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഇത് ഇൻഷാ അല്ലാ ഞാൻ റൂമും ഇത് വീടിൻ്റെ എല്ലാം ഒരു ഹോം ടൂർ ഇടാം കേട്ടോ, ഒരു ഫുൾ വീഡിയോ ആയിട്ട്. ഇതിപ്പോൾ മേളത്തെ റൂമാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ള. ഞാൻ ഇവിടെ അല്ല അധികം ഇത് കിടക്കലും താഴെ തന്നെ കേട്ടോ, താഴെ റൂമിലാണ് കിടക്കലെല്ലാം. ഇവിടെ അങ്ങനെ വരുത്തൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരൂ. അത് കിടക്കലെല്ലാം താഴത്തെ റൂമിൽ തന്നെയാണ്. ഇപ്പോൾ ഇതാ ഐഷു പിന്നെ ഫ്രഷ് എല്ലാം ആക്കുന്ന, ഞാൻ രാവിലെ എണീച്ച് ഒന്ന് ഫ്രഷ് ആകുന്ന, പിന്നെ കുട്ടികൾക്കുള്ള ഫുഡെല്ലാം കൊടുക്കും. നാട്ടിലെത്തിയപ്പാട് തന്നെ പിന്നെ രണ്ടാൾക്കും പനി പിടിച്ച്. രണ്ടാളും നല്ല ടയേർഡായിട്ടുണ്ടായിന്. പനിയെല്ലാം വന്ന് ഇപ്പോൾ ക്ലൈമറ്റെല്ലാം ചേഞ്ച് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുട്ടികൾക്കെല്ലാം ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഫുഡ് കഴിക്കും. പിന്നെ എനിക്ക് ആകെയുള്ള പണി അറിയുന്നത് ഇവിടെ ഇത് അടിച്ചു വാരലും തുടക്കൽ മാത്രമാണ് കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയേ എനിക്കുള്ളൂ. പിന്നെ ഫുഡ് ഉണ്ടാക്കലും ബാക്കിയെല്ലാം ഉമ്മ തന്നെ ഉണ്ടാക്കലെല്ലാം. ഞാനിപ്പോൾ ഇതാ ഒന്ന് അടിച്ചു വാരുന്ന. ഇപ്പോൾ പിന്നെ കുട്ടികളെല്ലാം ഉണ്ടായതുകൊണ്ട് എന്തായാലും നല്ല കച്ചറയാണ് കേട്ടോ. ഇപ്പോൾ അവരിങ്ങനെ ചോക്ലേറ്റ്സ് കഴിച്ചാലും അങ്ങനെ എന്തെങ്കിലും ഇത് കഴിച്ചാലെല്ലാം പിന്നെ എന്തായാലും കച്ചറയാക്കി വെക്കലാ. പിന്നെ ഞാൻ തുടക്കുന്നത് ഒരു ദിവസം തുടച്ചാൽ പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ തുടക്കൽ. അധികം പൊടി ഉണ്ടാവും, പിന്നെ നല്ല കച്ചറായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ പൊടി പിടിക്കല എല്ലായിടത്തും. എൻ്റെ വീട്ടിൽ പിന്നെ കുറേ ആളൊന്നുമില്ല കേട്ടോ. ഉപ്പാവും ഉമ്മാവും ഞാനും പിന്നെ ഇവർ രണ്ടാളും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, അവനിപ്പോൾ അബുദാബിയിലാണ്. നമ്മൾ രണ്ടാൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ അങ്ങനെ ആളൊന്നുമില്ല കുറേ ആളായിട്ടൊന്നും. ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഉച്ചയായി. പിന്നെ കുട്ടികളുടെ ഫ്രഷ് ആക്കലും പിന്നെ കുളിയും നിസ്കാരം എല്ലാം ഉച്ചയാകുമ്പോൾ പിന്നെ അധികം പണിയൊന്നും ഉണ്ടാവില്ല. ഫുഡെല്ലാം പിന്നെ ഉമ്മ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതാ കുളിച്ചൊന്ന് ഇത് നിസ്കാരമെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കലാണ്. ഇപ്പോൾ ഇതാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടെൻറ്റ് ഉണ്ടായിന്. അവർ മുമ്പേ ഇവിടെ ഉണ്ടായത് തന്നെയാണ്, അധികം യൂസ് ആക്കിയിട്ട് ഉണ്ടായിട്ട്. ഞാൻ പോകുമ്പോൾ പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായതാണ്, പൊടിയൊന്നും പിടിക്കണ്ട നേരത്തെ. ഇപ്പോൾ ഇത് ആ ടെൻറ്റൊന്ന് ഞാനൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കളിച്ചോളും രണ്ടാളും. ഇത് കണ്ടപ്പോൾ തന്നെ ഐഷു നല്ല ഹാപ്പി ആയിട്ടാണ്. അവൾക്ക് നല്ല ഇഷ്ടമായി ഇതിൻ്റെ ഉള്ളിൽ കളിക്കാനെല്ലാം. ഇതിൽ തന്നെ പിന്നെ ടോയ്സ് എല്ലാം ഇട്ട് വെച്ചാൽ പിന്നെ പുറത്തൊന്നും അങ്ങനെ ടോയ്സ് എല്ലാം ഇട്ട് കച്ചറയാക്കി വെക്കൂല. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാൽ പിന്നെ ഇതിൽ തന്നെ കളിക്കുന്നതല്ലേ, അങ്ങനെ പിന്നെ പുറത്ത് കച്ചരാവാനൊന്നുമില്ല. ഇതൊരു ഒരു സ്കൂൾ ബസ്സിൻ്റെ തീമിലുള്ള ഒരു ടെൻറ്റാണ് കേട്ടോ. നല്ല ഉള്ളിലെല്ലാം നല്ല സ്പേസ് എല്ലാം ഉണ്ട്, നല്ല ടെൻറ്റായത്. ഇത് UAE നിന്ന് തന്നെ ഒരിക്കൽ ഇത് ഹസ്ബൻഡ് കൊടുത്തയച്ചതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞാൻ പിന്നെ ടോയ്സ് എല്ലാം ഇട്ട് വെക്കുന്നതാണ്. പിന്നെ അധികം ടോയ്സൊന്നും ഇല്ല. ഇവർ എന്തായാലും കളിക്കുന്ന ഇങ്ങനെ ചെറിയ കച്ചറ ടോയ്സിനോട് കളിക്കും, നല്ല ടോയ്സിനോടൊന്നും അങ്ങനെ കളിക്കലൊന്നുമില്ല. ഞാൻ വരുമ്പോൾ പിന്നെ അധികം വാങ്ങിച്ചിട്ടും ഉണ്ടായിട്ടാണ്. എന്തായാലും അവർ അങ്ങനെ കളിക്കുകയൊന്നുമില്ല, വാങ്ങിയാലെന്ത് എല്ലാം വേസ്റ്റായിട്ട് പോകൽ തന്നെയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ ഉള്ള ടോയ്സിനോടൊന്നും കളിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഫുൾ ടൈം കളിയെല്ലാം. പിന്നെ ഈവനിങ് ആകുമ്പോൾ രണ്ടാൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അവർ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന നല്ല കുറവാണ്. ഇത് ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡ് കഴിക്കലേ ഇല്ല. കുറച്ച് എന്തായാലും ചോറ് കുറച്ചേ കഴിക്കൂ രണ്ടാളും. പിന്നെ അധികം ഈവനിങ്ങിൽ ഇത് പഴം നെയ്യിൽ വാട്ടിയിട്ടാണ് കൊടുക്കൽ. ഇന്ന് പിന്നെ പഴം ഇല്ലാത്തതുകൊണ്ട് പിന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. എഗ്ഗ് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ കേട്ടോ രണ്ടാളും കഴിക്കും. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ അമ്മ ബോയിൽ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ യെല്ലോ ഭാഗം കഴിക്കില്ല, വൈറ്റ്
പോർഷൻ മാത്രം കഴിച്ച് യെല്ലോ പിന്നെ കളയല. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ രണ്ടും എന്തായാലും കഴിക്കാൻ പറ്റുമല്ലോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കും, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും നല്ലതാണ് കുട്ടികൾക്കെല്ലാം. ഇങ്ങനെ വേഗം കഴിക്കുകയും ചെയ്യും, അവർക്ക് നല്ല ഇഷ്ടമാവും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. പിന്നെ രണ്ടാളും ഫുഡ് കഴിക്കുമ്പോൾ എന്തിനായാലും ഇങ്ങനെ പുറത്ത് വന്ന് ഇവിടെ ഇരുന്നിട്ടേ കഴിക്കലല്ലോ. ഇങ്ങനെ പുറത്തെല്ലാം നോക്കി ഇവിടെ ഇരുന്ന് കഴിക്കല. പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങിയതാ. ഇങ്ങനെ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കാനും വേണ്ടിയിട്ട് കാറ്റെല്ലാം കൊള്ളാനും വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിയതാ. ഇപ്പോൾ നമ്മൾ ചെറിയ മാവിൽ മാങ്ങ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വലുതാവോ എന്ത് മാങ്ങയാണെന്നറിയില്ല, ഇപ്പം ആദ്യമായിട്ട് പിടിക്കുന്ന. ഇങ്ങനെ ചെറിയ മാവിൽ ഇങ്ങനെ മാങ്ങയിലും പിടിച്ച് കാണാൻ നല്ല രസമല്ലേ. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് പിടിക്കുന്ന. ശരിക്കും നാട്ടിൽ ചൂട് എന്ന് പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടാട്ടാ. നല്ല ചൂടാന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത ചൂടാണ് കേട്ടോ ഇവിടെ. ഇതാ ഇങ്ങനെ ചൂട് കാരണം കുറേ ചെടികളെല്ലാം ഇങ്ങനെ ഉണങ്ങി പോകല. ഇങ്ങനെ തുളസീൻ്റെ ഇലയെല്ലാം ഫുൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതാ ഈ പൂവിൻ്റെ ഈ മരം കാണാൻ നല്ല രസമല്ല. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. ഇത് കാണാൻ നല്ല രസമല്ലേ. പിന്നെ മെയിനായിട്ട് പുറത്തിറങ്ങാനുള്ള റീസൺ ഇതാണ് കേട്ടോ, ചാമ്പങ്ങ. നമ്മളെല്ലാം ഇവിടെ ഇതിനെ ചാമ്പങ്ങയാണ് കേട്ടോ പറയാം. നിങ്ങളെ നാട്ടിലെല്ലാം എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ആദ്യമായിട്ട് പിടിക്കുന്നതാണ് കേട്ടോ. ഈ മരം നട്ടതിന് ശേഷം ഇപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് പിടിക്കുന്ന. കുറച്ചധികം ഉണ്ട് കേട്ടോ, ഏകദേശം കുറച്ചെല്ലാം ഉണ്ട്. ഇത് നല്ല പഴുത്ത് നല്ല റെഡ് കളറാകുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. നല്ല മധുരമെല്ലാമായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഐഷുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അവളധികം നാട്ടിലേക്ക് വന്ന് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വീഡിയോ കോളാക്കുന്ന ടൈമിലെല്ലാം ഉമ്മ പറയലുണ്ട് ചാമ്പങ്ങ പിടിച്ചിട്ടുണ്ട് എന്നല്ല. അപ്പോഴേ അവൾ പറയും നമുക്ക് നാട്ടിൽ പോവാം ചാമ്പങ്ങ കഴിക്കാനെന്നെല്ലാം. അവൾ വന്നപ്പാട് തന്നെ പറിച്ച് കഴിച്ചിന് കേട്ടോ എല്ലാം. പിന്നെ ഇതായത് നമ്മളെ പണ്ടത്തെ റോസില്ല, നല്ല മണം ഉണ്ടാകുന്ന ആ റോസാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ ഫുൾ ഹോം ടൂർ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇടാം. വീട് കുടികൂടലെല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ നോമ്പിന് ഒരു മാസം മുമ്പാണ് എന്താ ഇത് കുടികൂടലുണ്ടായത്. ഇപ്പോൾ ഒരു വർഷമെല്ലാം കഴിഞ്ഞ് കേട്ടാ. ഇപ്പോൾ ഇതാ ഇങ്ങനെ ചെറിയ മാവിൽ ചെറിയ ചെറിയ കുഞ്ഞു മാങ്ങയെല്ലാം ഉണ്ട്. അതെല്ലാം അധികം ഇത് കളഞ്ഞ് പോവലും ഉണ്ട്. ഐഷുവിന് പിന്നെ നാട്ടിൽ മെയിനായിട്ടുള്ള പണി ഇതാണ് കേട്ടോ. അവൾ ഇങ്ങനെ ചിരട്ടയെല്ലാം എടുത്തിട്ട് കളിക്കല. ഇത് ഈവനിങ് ആകുമ്പോൾ നമ്മൾ പണ്ടെല്ലാം കളിക്കുന്നില്ലേ, അങ്ങനത്തെ ടൈപ്പ് കളിയാണ് കേട്ടോ. അവൾ കുറേ ഇലകളും അങ്ങനെ എന്തെല്ലാം എടുത്ത് കളിക്കല അവൾ. പിന്നെ രാത്രി ആകുമ്പോൾ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെക്കും. ഞാൻ ഇത് വന്നിട്ട് കുറേ ദിവസമായി മടി പിടിച്ചിട്ട് അവിടെ തന്നെ ഉണ്ടായിട്ടാണ്. ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടേ ഉണ്ടായിട്ടാണ്. ഇപ്പം എല്ലാം ഒന്ന് മടക്കി എടുത്ത് വെക്കും ഞാൻ കബോർഡിൽ. ഇങ്ങനെ ഡ്രസ്സെല്ലാം മടക്കിയെടുത്ത് വെക്കുന്നത് ശരിക്കും എനിക്ക് മടി പിടിച്ച കാര്യമാണ് കേട്ടോ. ഞാൻ കുറേ ദിവസം നാളെ ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇതാ ഇന്ന് ആ ടൈം കിട്ടിയതൊന്നും എടുത്ത് വെക്കാൻ. നല്ല മടിയാണ് കേട്ടോ ഇങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാനെല്ലാം. ഇന്നത്തെ വീഡിയോ ഇത്രല്ലാണ് കേട്ടോ. ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം കുറേ ദിവസമായി വിചാരിക്കുന്നത്. നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ വീഡിയോ ഒന്നും ഇട്ടിട്ടേ ഉണ്ടായിട്ടാ. അങ്ങനെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, ഇതെല്ലാം കേട്ടോ ഇന്നത്തെ ദിവസം. പിന്നെ നാട്ടിൽ വന്നിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലേന്ന് കുറച്ച് ആളുകളിൽ ചോദിച്ചിന് എന്നോട്. അങ്ങനെ പിന്നെ ഇന്ന് നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ആദ്യത്തെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ.
ഞാൻ പെട്ടെന്ന് നാട്ടിൽ വരാനുള്ള റീസണും പിന്നെ ഹെൽത്ത് ഇഷ്യൂസായിട്ടാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസെല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം നാട്ടിലേക്ക് പെട്ടെന്ന് വന്നത്. അതിൽ ഇൻഷാ അല്ലാ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ പറയാം എന്താണെന്നല്ലോ. ശരിക്കും ഈ മേളിലത്തെ റൂമിൽ നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചൂടായിട്ട് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഒന്ന് എടുത്ത് വെക്കുന്നതായല്ലോ. ഇന്നത്തെ വീഡിയോ പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.